രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു കൃഷ്ണ. അവൻ കണ്ണടച്ചുകൊണ്ട് ഒറ്റ വായിൽ പറഞ്ഞു, അപ്പോ അമ്മയല്ല അവളെ എന്റെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞത്. അങ്ങനെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരു നിമിഷം പോലും അവരിൽ നിന്ന് കണ്ണു മാറ്റാതെയുള്ള അവന്റെ ആ ചോദ്യത്തിൽ അവർ വല്ലാതെ വെപ്രാളപ്പെട്ടുപോയി. അതേ മോനെ, ഞാനൊന്നും ചെയ്തില്ല. അവള് അവള് നിന്നെ അവളുടെ ഇഷ്ടത്തിനാ വേണ്ടെന്ന് വെച്ചത്, അല്ലാതെ അമ്മയല്ല. കള്ളം പറയാൻ അവർക്ക് ഒരു മടിയും തോന്നിയില്ല. കാരണം ഇക്കണ്ട കാലത്തെ സിദ്ധിയെ പറ്റിയുള്ള അന്വേഷണത്തിൽ അവളെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആത്മവിശ്വാസം കൂടി അവരുടെ ആ കള്ളത്തരത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. അപ്പോ കുറച്ചു മുന്നേ ഞാൻ കേട്ടതൊക്കെ എന്താണ്? അത് മോനെ, അത് നീ കരുതുന്ന പോലെ ഒന്നുമല്ല. എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ പറ, ഞാൻ എന്താ കരുതേണ്ടതെന്ന്. അത് മോനെ, അത് ഞാൻ പറഞ്ഞു തരാം. അവനോട് കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് വ്യക്തമാക്കും എന്നറിയില്ലായിരുന്നെങ്കിലും അവർക്ക് തന്റെ മകന്റെ മുന്നിൽ തന്റെ അസ്തിത്വം നശിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുവാണല്ലോ. അത്രയും ദേഷ്യത്തിലും ആത്മനിയന്ത്രണം വിട്ടുപോകാതെ അവനാ നിൽപ്പ് നിന്നത് അവരുടെ വായിൽ നിന്ന് തന്നെ അതൊക്കെ കേൾക്കാനാണ്. മോനെ, കാര്യം എനിക്കവള് നിന്റെ ഭാര്യയായി വരുന്നത് ഇഷ്ടമല്ലെന്നുള്ളത് സത്യം തന്നെയായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഞാൻ അവളെ ദ്രോഹിക്കുകയോ പറയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തിന്? നിനക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ കാല് വരെ പിടിക്കാൻ പോയത് നീ കണ്ടതല്ലേ? അവിടെ അവന്റെ മനസ്സൊന്ന് പതറി. അവന്റെ മനസ്സിലേക്ക് ദേവമ്മ അവളുടെ കാല് പിടിക്കാൻ പോയത് ഓർമ്മ വന്നു. ഈ വിവരം പുറത്തറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ എന്റെ ഇഷ്ടക്കേട് അവളോട് തുറന്നു പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിന്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ ഞാനത് തിരുത്തി അവളെ സ്വീകരിക്കാൻ തയ്യാറായതാണ്. പറയുന്നത് കള്ളമായതുകൊണ്ട് തന്നെ പലപ്പോഴും അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവർ നല്ലോണം ഭയപ്പെട്ടു. എന്നാൽ നിന്നെ കെട്ടിയാൽ നിന്റെ അച്ഛൻ നിനക്ക് സ്വത്തൊന്നും തരില്ല എന്ന് കേട്ടപ്പോൾ അവൾക്ക് തോന്നിക്കാണും നീ അവക്ക് വേണ്ട എന്ന്. അതുകൊണ്ടല്ലേ നിന്റെ അച്ഛൻ കൊടുത്ത കാശ് അവള് വാങ്ങിയത്. തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അവർ അടുത്ത തെളിവും പുറത്തേക്കെടുത്തിട്ടു. തന്റെ വീട്ടുവാതിൽ വെച്ച് അച്ഛന്റെ കയ്യിൽ നിന്ന് അവൾ ക്യാഷ് വാങ്ങുന്ന ചിത്രം ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് വന്നു. മോനോട് അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൾ ആ തെറ്റ്. നിന്നെ ചതിച്ചതൊക്കെ അവൾ ഒറ്റയ്ക്കാ. അമ്മ അതിലൊന്നും ഇല്ല. കരഞ്ഞുകൊണ്ട് അവർ മകന്റെ കയ്യിലേക്ക് പിടിക്കാൻ വന്നതും അവൻ ആ കൈ തട്ടിമാറ്റി പിന്നിലേക്ക് മാറി. കുറച്ചു മുന്നേ ഞാൻ കേട്ടത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതിന്റെ ബാക്കിയായി ഇപ്പൊ നിങ്ങൾ പറഞ്ഞതും ഞാൻ കേട്ടു. മോനെ, വേണ്ട, ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ നാവ് കൊണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത്. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ തൊണ്ട തൊടാതെ വിഴുങ്ങി വിശ്വസിച്ചു എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ. വിച്ചു, ഏത് പാതാളത്തിൽ പോയി അവൾ ഒളിച്ചിരുന്നാലും ഒരു ദിവസം അവളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അന്ന് നിങ്ങൾ രണ്ടുപേരും മുഖാമുഖം നിർത്തിയായിരിക്കും എന്റെ വിചാരണ. അതുവരെയൊക്കെയുള്ളൂ. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഭർത്താവാണെങ്കിലും ഇനി അവളാണെങ്കിൽ പോലും കെട്ടിപ്പൊക്കിയ നുണകളുടെ ലോകം. അത് ഞാൻ തച്ചുടയ്ക്കുന്നതിന്റെ അന്ന് ആരൊക്കെ ജീവനോടെയുണ്ട് ഇല്ല എന്ന് മാത്രമാവും ബാക്കി. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും നല്ലോണം പ്രാർത്ഥിക്കുക. അതുപോലെ അവളും എന്റെ കൈകൊണ്ടാകരുതേ അവളുടെ ജീവൻ പോകുന്നതെന്ന് പ്രാർത്ഥിക്കട്ടെ. പറയുന്നതിന്റെ ഒപ്പം തന്നെ ആ നേരം കയ്യിൽ കിട്ടിയതെല്ലാം അവൻ തച്ചുടച്ചു. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫ്ളാറ്റിലേക്ക് താമസം മാറ്റിയതാണ് വംശി. പിന്നെ ഇടയ്ക്കിടെ താൻ എത്രത്തോളം നശിച്ചു എന്നവര് കാണാൻ വേണ്ടി മാത്രം അവിടേക്കൊന്ന് പോകും. അന്നത്തെ സംസാരത്തിൽ നിന്ന് തന്നെ അവൾ ഇറങ്ങിപ്പോകലിൽ തന്റെ അമ്മയുടെ പങ്ക് ഏതാണ്ടൊക്കെ അവന് മനസ്സിലായതാണ്. പക്ഷെ അപ്പോഴും അവൾ കൈനീട്ടി വാങ്ങിയ കാശും അന്ന് താൻ കേട്ട വോയിസ് ക്ലിപ്പും അവന്റെ സ്വസ്ഥത കെടുത്തി. എല്ലാത്തിനും ഒരന്ത്യം അവളിലൂടെ ഉണ്ടാകുമെന്നുറപ്പിച്ചവൻ അവന്റെ തിരച്ചിൽ പൂർവാധികം ശക്തമാക്കി. അതൊരിക്കലും പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമായിരുന്നില്ല. മറിച്ച് അവന്റെ പ്രണയമായിരുന്നു ശരി, അതോ താൻ തന്നെയായിരുന്നു തെറ്റ് എന്നുള്ള സ്വന്തം ആത്മാഭിമാനത്തിന്റെ ഉറപ്പിനു വേണ്ടി കൂടിയായിരുന്നു. ഓർമ്മകളിൽ നിന്ന് വംശി തിരികെ എത്തി. അവന്റെ നോട്ടം പിന്നെയും മുന്നിൽ കിടക്കുന്നവൾക്ക് നേരെയായി. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ നിമിഷം വരെ അവളുടെ വയറ്റിൽ ആഹാരം എന്ന് പറയുന്ന ഒന്നും ചെന്നിട്ടില്ല. താനും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. ആഹാരം കഴിക്കാത്തതിന്റെ ക്ഷീണവും ശരീരത്തിന്റെ തളർച്ചയും കൊണ്ട് മയങ്ങിപ്പോയതായിരുന്നു. വയറ് ഉരുണ്ടു കയറി വിശക്കുന്നുവെന്ന് തോന്നിയതും അവൾ കണ്ണു വലിച്ചു തുറന്നു. ഇന്നലെ കണ്ടതുപോലെ വംശി മുന്നിലുണ്ട്. ആദ്യത്തെ ഞെട്ടിലുണ്ടായിരുന്നില്ലെങ്കിലും പതറിച്ച മാറിയില്ല അവളിൽ നിന്നും. അവനെ ഒന്ന് നോക്കാനോ
അവനോട് എന്തെങ്കിലും ഒന്ന് പറയാനുള്ള ആരോഗ്യം ഇപ്പോൾ മനസ്സിനോ ശരീരത്തിനോ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനവൾ തുനിഞ്ഞിറങ്ങിയില്ലായിരുന്നു. കാരണം മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് തന്റെ കണ്ണിലും മനസ്സിലും ഹൃദയത്തിലും നിറയ്ക്കാനുള്ള ധൃതിയായിരുന്നു ആ നിമിഷമത്രയും അവളിൽ മുന്നിട്ട് നിന്നത്. ആളിക്കത്തുന്ന അഗ്നിയിൽ എരിഞ്ഞു തീരാൻ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവന്റെ ചൂട് തട്ടുമ്പോൾ ഇന്നും പതറിപ്പോകുന്നൊരു മനസ്സായിരുന്നു അവൾക്കുള്ളിൽ. കണ്ണു തുറന്നിട്ടും തന്നെ കണ്ടിട്ടും അവളുടെ ഭാഗത്തു നിന്ന് തന്നോട് ഒരു തരത്തിലുള്ള ഭാവങ്ങളും ഇല്ലെന്ന് കണ്ടതും അവനിലെ ദേഷ്യം പൊടും തന്നെ ആളിക്കത്താൻ തുടങ്ങി. അതിന്റെ പരിധി അളക്കാനെന്ന പോലെ പെട്ടെന്ന് എഴുന്നേൽക്കും വഴി പിന്നിലേക്ക് മലച്ചുപോയതും വംശി ഓടിയെത്തിയവളെ കയ്യിൽ താങ്ങിപ്പിടിച്ച് നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. നാളുകൾക്കിപ്പുറം അവന്റെ ഹൃദയം ഒന്നും മിടിച്ചു. വംശി ഒരു നിമിഷം അവളിൽ മാത്രം കുടുങ്ങിപ്പോയി. പക്ഷെ പെണ്ണപ്പോഴേക്കും മയക്കത്തിലേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു. വിശപ്പിന്റെ വിളി സഹിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ശരീരത്തിന്റെ അസ്വസ്ഥത വേറെ. എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ഈ നിമിഷം കുഴഞ്ഞു വീഴുമെന്നറിയാമായിരുന്നെങ്കിലും അവന്റെ കൈകൊണ്ടൊരു മരണം ആഗ്രഹിച്ചവൾക്ക് അതും നിസ്സാരമായിരുന്നു. പിന്നിലേക്ക് പോയവൾ വീണിരുന്നെങ്കിൽ സൈഡിലെ ടേബിൾ തലയിടിച്ചേക്കുമെന്നുള്ള ചിന്തയിൽ ഒരു നിമിഷം വംശി ദേഷ്യവും വൈരാഗ്യവും മറന്ന് എല്ലാം മറന്നുപോയി എന്ന് പറയുന്നതാകും സത്യം. എന്തടി, നേരെ നിൽക്കാൻ വയ്യേ? വർഷങ്ങൾക്കിപ്പുറം അവന്റെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞു. ഉള്ളിലുള്ള സകല ആശങ്കകളെയും മറന്നവൾ അവന്റെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചു. അവൾ വീഴാൻ പോകുകയാണെന്നുള്ള വെപ്രാളത്തിൽ എന്തൊക്കെയോ ദേഷ്യത്തോടെ സംസാരിച്ചവൻ അവളുടെ ആ ചിരിയിൽ പതറിപ്പോയി. പെട്ടെന്ന് അവൻ അവളുടെ കൈവിട്ടതും അവൾ കട്ടിലേക്കിരുന്നു. വീഴും പോലെ അതിലേക്കിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വട്ടം ചുറ്റുന്നത് കണ്ട് വംശി അവളെ ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി. രാവിലെ തലകറങ്ങി നിലത്തേക്ക് വീഴുമ്പോൾ പോലും അവളെ ഒന്നെടുത്ത് കട്ടിലിൽ കിടത്താതെ വാശി കാണിച്ചവൻ ഇന്നിപ്പോ ഈ നിമിഷം അവളുടെ ഭാവം കണ്ട് തെല്ലൊന്നും ഭയക്കാതിരുന്നില്ല. ഒന്നും കഴിക്കാത്തതിന്റെ ക്ഷീണമാണ് അവൾക്കെന്ന് തോന്നിയവൻ ആ കൈത്തുടയിൽ പിടിച്ചവളെ വലിച്ചിഴച്ച് ഡൈനിങ് ഹാളിൽ കൊണ്ടെത്തിച്ചു. പിന്നെ അവൾക്ക് മുന്നിലേക്ക് ആയിരിക്കുന്ന ഫ്രൂട്ട്സ് മൊത്തം നീക്കിവെച്ചു. മുന്നിലിരിക്കുന്ന പഴവർഗ്ഗങ്ങളിലേക്കും അത് നീക്കിവെച്ച കൈയിലേക്കും ഒന്ന് നോക്കി അവൾ അങ്ങനെ തന്നെ ഇരുന്നെങ്കിലും അതിൽ നിന്നൊന്നും അവളെടുത്ത് കഴിച്ചില്ല. മുന്നിലേക്ക് ആഹാരം നീക്കി വെച്ചിട്ടും അവൾ ഒന്നും കഴിക്കുന്നില്ലെന്ന് കണ്ടവൻ അവന്റെ ദേഷ്യം നിന്ന നിൽപ്പിലാണ് ഉയർന്നത്. അതിന്റെ ആദ്യപടിയെന്ന പോലെ അതിലെ ഒരു ഗ്ലാസ് നിലത്ത് വീണ് ചിന്നിച്ചിതറി. ഈ നേരം വരെ താൻ ആഹാരവും വെള്ളവും കഴിക്കാത്തതുകൊണ്ടാണ് അവളും കഴിക്കാത്തതെന്ന് ചിന്തിച്ചിരുന്നവന്റെ സകല ഈഗോയും തച്ചുടയ്ക്കുന്ന പോലെയായിരുന്നു അവളുടെ ആ പെരുമാറ്റം. അതവനൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ആഹാരം കഴിക്കാതെ നീ എങ്ങാനും ഇവിടെ കിടന്ന് ചത്താൽ അതുകൂടി എന്റെ തലയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മര്യാദയ്ക്ക് മുന്നിലിരിക്കുന്ന കഴക്കിടി പുല്ലേ. അലറിക്കൊണ്ടുള്ള അവന്റെ പറച്ചിൽ ധാത്രി കണ്ണുയർത്തി അവനെ ഒന്ന് നോക്കി. എനിക്ക് വേണ്ട. അത്രയും ശാന്തമായൊരു മറുപടി അവൻ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി. ഓ, അപ്പൊ പട്ടിണി കിടന്ന് ചത്തിട്ട് അതും കൂടി എന്റെ തലയിൽ വെച്ചു തരാനാണ് പുതിയ പ്ലാൻ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അവൾക്ക് മുന്നിലേക്ക് കസേര വലിച്ചിട്ടുകൊണ്ട് പുച്ഛത്തോടെ ചോദിച്ച ചോദ്യത്തിന് ആ മിഴികൾ താഴ്ന്നു. അവന്റെ ഉള്ളിലെ ദേഷ്യവും വാശിയും തനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരുപക്ഷെ തനിക്ക് മാത്രമേ മനസ്സിലാവൂ. പക്ഷെ ഈ നിമിഷം തോറ്റുപോകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് വരെ അനുഭവിച്ചതൊക്കെ വെറുതെയാകും. താനോ തന്റെ നിഴലോ അറിയാതെ പോലും ഈ ജീവിതത്തിൽ വേണ്ട. വിച്ചടൻ തന്നെ മറന്ന് ജീവിക്കട്ടെ. ആ ഓർമ്മകളിൽ പോലും താനൊരു അഹങ്കാരിയും ആളെ ചതിച്ചവളും മാത്രമായിരിക്കട്ടെ. അതിന് ഈ നിമിഷം പതറാൻ പാടില്ല. അറിയാതെയെങ്കിലും അവന്റെ മുന്നിൽ തോറ്റുപോയാൽ അതിന്ന് വരെയുള്ള തന്റെ ജീവിതത്തിന്റെ തോൽവി കൂടിയാവും. താൻ തോറ്റാലും തന്റെ വിച്ചേട്ടൻ ജയിക്കണമെങ്കിൽ ഇവിടെ ഈ നിമിഷം താൻ ധൈര്യത്തോടെ മുന്നോട്ട് പോയേ പറ്റൂ. മനസ്സിലുയർന്ന 1000 ചിന്തകളെ അളന്നു തൂക്കി കൃത്യമാക്കിക്കൊണ്ട് അവൾ തന്റെ മുഖമുയർത്തി. അതേസമയം അവളെ മാത്രമേ നോക്കിക്കാണുകയായിരുന്നു മുന്നിലിരുന്നവനും. ആ കണ്ണുകളും മാറുന്ന മുഖഭാവമൊക്കെ അവനെ പലതും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് അവൾക്ക് എന്താകും ഇപ്പോ പറയാൻ പോവുക എന്നുള്ള ആകാംക്ഷയായിരുന്നു അവനിൽ കൂടുതലും. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശബ്ദം നല്ല പോലെ കനത്തു. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പൊ എങ്ങനെ, അന്തരീക്ഷത്തിൽ നിന്നാണോ നിന്റെ ഈ ആഹാരവും വെള്ളവും ഒക്കെ? അവൾക്ക് മുന്നിലേക്ക് കാലിന്മേൽ കാലി കയറ്റിയുള്ള അവന്റെ ആ കളിയാക്കലിൽ പെണ്ണിരുന്ന കസേരയുടെ അറ്റത്തേക്ക് അല്പം കൂടി നീങ്ങിപ്പോയിരുന്നു. അതൊന്നും വിച്ചേട്ടൻ അറിയണ്ട. അവന്റെ കളിയാക്കൽ ഇഷ്ടപ്പെടാത്ത അവൾ മെല്ലെയാണത് പറഞ്ഞതെങ്കിലും
താഴേക്ക് ചിന്നിച്ചിതറി വീണ അടുത്ത ഗ്ലാസിന്റെ ഒച്ചയിൽ ഞെട്ടിക്കൊണ്ടവളെ പെണ്ണ് നോക്കി. വംശി, വിളിക്കുമ്പോൾ അത് ഓർക്കുക. അവന്റെ കണ്ണിലാ നേരം ദേഷ്യത്തിലുമുപരി വല്ലാത്തൊരു സങ്കടമായിരുന്നു എഴുന്നു നിന്നത്. നാളുകൾക്കിപ്പുറമാണ് കേൾക്കാൻ കൊതിച്ച ഈ വിളി. പക്ഷെ എന്തോ ആ വിളി കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല. ആ വിളിയിൽ തന്റെ മനസ്സിൽ ഇപ്പോഴും പലതും ഒഴുകിപ്പോകുമോ എന്നുള്ള ഭയം അവനെ കാർന്നു. എന്നാൽ ആ സമയം തന്റെ ഒരു വിളി അവരിൽ തീർത്ത ദേഷ്യം നോക്കിക്കാണുകയായിരുന്നു സിദ്ധി. ഇത്രയും അധികം വെറുപ്പ്! മനസ്സ് അതാണ് ആഗ്രഹിക്കുന്നതെങ്കിലും അവന്റെ ആ കണ്ണിലെ വെറുപ്പിൽ അവളുടെ ഹൃദയം 1000 ചില്ലുകഷ്ണങ്ങൾ പോലെ ചിതറി വീണു. അപ്പോ എന്റെ ഈ കഥ ഇഷ്ടമാകുന്ന എന്റെ കൂട്ടുകാർക്ക് എന്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച്ചു കൃഷ്ണയിലെ കഥകളും ഇഷ്ടമാവും. എന്റെ കൂട്ടുകാർ അതൊന്നും കൂടി വായിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.